ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നേരമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ടെലഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡേറ്റ് റിലീസായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ് നടക്കുന്നത്. ഇത് ഡേറ്റിംഗ് ഒക്കെ കറക്റ്റാണ്. 4/11/2025 വന്ന നോട്ടീസാണ്. ജനുവരി 4 മുതൽ 17 മാർച്ച് വരെ എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം 6:30 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും 21 RRBകളുടെ വെബ്സൈറ്റിലോ മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ് രേഖയിലോ നമുക്ക് ഈ ഒരു നോട്ടീസ് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ഇത് ഫേക്ക് ആവാനുള്ള സാധ്യതയാണുള്ളത്. ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി ചോദ്യചിഹ്നമായി നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളും ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലോ ചാറ്റ് റൂമിലോ ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യാത്തത്. കാരണം നിലവിൽ കുട്ടികളുടെ മനസ്സിൽ അല്ലെങ്കിൽ RRB മുന്നോട്ട് വച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 17 ഇന്നിപ്പോൾ നവംബർ 4 കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കേസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒഫീഷ്യൽ സൈറ്റിൽ ഇതുവരെ ലഭ്യമല്ല. ഡൽഹി ഹൈക്കോടതിനകത്ത് നിങ്ങൾ കേസിൻ്റെ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാലും ഇപ്പോഴും അത് നമുക്ക് ലഭ്യമായിട്ടില്ല. ഓക്കെ, കേസ് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഡിപ്പെൻസ് ഓൺ നിങ്ങൾ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും RRBയുടെ ഒഫീഷ്യൽ ഡേറ്റ് ഇപ്പോഴും നവംബർ 17 തന്നെയാണ്. നവംബർ 17 എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ സാധ്യത കുറഞ്ഞു വരികയാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും RRB ഇതുവരെയും ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നവംബർ 17 എന്ന് പറയുന്ന ഡേറ്റ് എടുത്തു മാറ്റാനായിട്ട് തയ്യാറായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആ ഡേറ്റ് ആണ് വേണ്ടത്. മറ്റെന്തെങ്കിലും ഒരു നോട്ടീസ്, മറ്റെന്തെങ്കിലും ഒരു ഡേറ്റ് ഒഫീഷ്യലായിട്ട് RRB അനൗൺസ് ചെയ്യുന്നിടത്തോളം കാലം തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ട്, നവംബർ 17 എന്ന് പറയുന്ന ഡേറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കാനായിട്ട് നോക്കുക. നവംബർ 17 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇനി 2 ആഴ്ച കറക്റ്റേ ഉള്ളൂ. പരമാവധി ടെസ്റ്റുകൾ എടുക്കുക. 50 മാർക്കേ ഉള്ളൂ, 60 മാർക്കേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന കുട്ടികൾ മാക്സിമം ടെസ്റ്റുകൾ എടുക്കുക, മാക്സിമം റിവൈസ് ചെയ്യുക. മാത്സ്, റീസണിങ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് പരമാവധി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. GK അതുപോലെ തന്നെ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് മാക്സിമം നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകൾ, റിവിഷൻ ക്ലാസ്സുകൾ കാണുക. റിവിഷൻ സീരീസിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അത് റിവിഷന് വേണ്ടി പരമാവധി ഉപയോഗിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണ്, നമ്മുടെ റിവിഷൻ സീരീസിനെ പറ്റി അറിയാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ എക്സ്പ്രസ് സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് കയറി നോക്കുക. 10-40ഓളം വരുന്ന വീഡിയോസ് ഓൾറെഡി നമ്മൾ അതിനകത്ത് വേണ്ടി ചെയ്തിട്ടുണ്ട്. GKയുടെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും അതിൻ്റെ PPTയുടെ PDF നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ. അപ്പോൾ പഠിക്കാത്തവരെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കുട്ടികളുടെ അടുത്ത്, കേസിൻ്റെ വഴിക്ക് പോകും, എക്സാം വരും. എക്സാം വരുന്ന സമയത്ത് നിങ്ങൾ കേസ് നീണ്ടുപോകുമെന്ന് വിചാരിച്ചു സാറേ, പഠിക്കാൻ സമയം കിട്ടിയില്ല സാറേ എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിങ്ങളുടെ ഭാവിയാണ് പോകുന്നത്. നോട്ടീസ് റിയലോ ഫേക്കോ എന്നുള്ളതിനെ പറ്റി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. RRB ഒഫീഷ്യൽ സൈറ്റിൽ എന്താണോ കൊടുക്കുന്നത് അത് RRB തന്നെ, നിങ്ങൾ ഏത് RRBയുടെ സൈറ്റ് എടുത്ത് നോക്കിയാലും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറ്റാരെങ്കിലും ഷെയർ ചെയ്യുന്ന ഡാറ്റ നിങ്ങൾ മുഖവരയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. അതിപ്പം സ്കോർ ആണെങ്കിലും മറ്റേതെങ്കിലും ഒരു ടീമാണെന്നുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യുന്ന ഡാറ്റ ഒതൻറ്റിക് ആയിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവോ, അത് ഈ പറഞ്ഞ പോലെ മുഖവരയ്ക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ തേച്ച് മാച്ച് കളയുക, മനസ്സിൽ നിന്ന് കളയുക. നവംബർ 17 നിങ്ങളുടെ ഡേറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ, എക്സാം ഡേറ്റ് മാറുകയാണെങ്കിൽ, പുതിയ ഡേറ്റ് RRB ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മുടെ ചാനൽ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റ് ന്യൂസുകളുടെ പുറകെ പോവാതിരിക്കുക പരമാവധി. നിങ്ങൾക്ക് ഈ സമയം വളരെ ക്രൂഷ്യലാണ്. ജനുവരി വരെ സമയമുണ്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നവംബർ 17 തന്നെ കൺഫേം ആയിട്ട് വരിക. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിനെ ഈ പറഞ്ഞ പോലെ റിലാക്സ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക ഇൻ ദ സെൻസ് ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകളുടെ പുറകെ പോയി സമയം കളയാനല്ല ഞാൻ പറയുന്നത്. പഠിക്കാൻ ഉള്ള സമയമായിട്ട് അതിനെ ഉപയോഗിക്കുക. കുറേ കുട്ടികൾ ഇതിൻ്റെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പോണവർ പോട്ടെ, നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ആകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക. പഠിച്ചാൽ തന്നെ ജോലി കിട്ടുള്ളൂ, വേറെ ഒരു വഴി നിങ്ങളുടെ മുന്നിലില്ല. കേസ് എന്തായാലും, കേസ് തിരിച്ചാലും മറിച്ചാലും പഠിക്കുന്നവനെ ജോലി കിട്ടുള്ളൂ, അധ്വാനിക്കുന്നവനെ ജോലി കിട്ടുള്ളൂ. ആ കാര്യം മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മറ്റൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എന്ത് ചെയ്യുക, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഇതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടായിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.